അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സീരീസൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വളരെ വിഷമകരമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ കേരളം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്തായാലും ഒരുപാട് വിഷമമുണ്ട്. കാരണം ഇത്തരം തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. ശരിക്കും ഇതിൻ്റെ ഒരു കാരണം എന്തായിരിക്കാം? കാരണം പല ഇൻ്റർവ്യൂസിലും പല ചാനൽസിലൊക്കെ നമുക്ക് പറയുന്നത് കേൾക്കാം, ചിലർ പാരൻറ്റിങ്ങിനെ, അതായത് അവരെ വളർത്തിയ രീതിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നു, ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തുന്നു, അവർ വളർന്ന സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പാരൻസ് എപ്പോഴും അടികൂടുക, അതൊക്കെ കൊണ്ടാണെന്നുള്ളത് കുറ്റപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ തക്കതായിട്ടുള്ള കാരണം അല്ലേ? കാരണങ്ങൾ എന്ത് തന്നെ ആയാലും നമ്മളുടെ ഒരു ഇപ്പോൾ വരും തലമുറേനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല രീതിയിൽ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നല്ല സ്വഭാവത്തോടു കൂടി കൊടുക്കേണ്ടതായിട്ടുള്ളത് നമ്മുടെ തന്നെ ആവശ്യകതയായിട്ട് വരികയാണ്. കാരണം നമുക്കും ഉണ്ട് മക്കൾ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് മെറ്റീരിയൽ ലവ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ് അല്ലേ? അവർ എന്ത് പറഞ്ഞാലും, അവർക്ക് എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങളായാലും, ഒരു 1 lakhിൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും നമ്മളത് സാധിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അവർക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ അവർക്ക് വൈകാരിക തലത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റാണ്. അതായത് നമ്മൾ അവരുടെ അവരോട് ഇമോഷണലി നമ്മൾ അറ്റാച്ച് ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്നില്ല. നമ്മൾ ഒരുപാട് മെറ്റീരിയൽ ലവ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് വേണ്ടത് കുറേയൊക്കെ വൈകാരിക തരത്തിലുള്ള അടുപ്പമാണ് നമ്മൾ പാരൻസിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ രണ്ടുപേരും, ഹസ്ബൻഡും വൈഫും രണ്ടുപേരും, അത് അല്ലെങ്കിൽ ഫാദർ മദർ രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള ഹെക്ടിക് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ആയിരിക്കാം. അപ്പോൾ എന്നാൽ പോലും കുറച്ച് സമയമെങ്കിലും നമ്മൾ കുട്ടികളുടെ കൂടെ ചിലവഴിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക, കുട്ടികളുടെ മനസ്സറിയുക. കാരണം എന്തുകൊണ്ടാണ് ഇവർക്കൊരു ക്രൂര മെൻറ്റാലിറ്റി വരുന്നത്, അല്ലെങ്കിൽ ഒരു ക്രുവാലിറ്റി എങ്ങനെ ഉടലെടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു കുട്ടി ഇത്തരം സന്ദർഭങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഒരു 10-13 വയസ്സ്, അല്ലെങ്കിൽ ഒരു 15 വയസ്സ് 20 വയസ്സ് കൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൊലയാളി ആവുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തീർച്ചയായിട്ടും അവരുടെ ഒരു 5ാമത്തെ വയസ്സിലോ 8ാമത്തെ വയസ്സിലോ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ദർഭങ്ങളോ അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരു 8-10 കൊല്ലം എടുത്തിട്ടാണ് അവർ ഒരു കൊലയാളിയായി മാറുക, അല്ലെങ്കിൽ ഒരു കുറ്റവാളിയായി മാറാൻ സാധിക്കുക. അല്ലാണ്ട് ഒറ്റയടിക്കൊന്നും ആർക്കും ഒരു കുറ്റവാളി ആവാനായിട്ട് സാധ്യമല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാരൻസും ടീച്ചേഴ്സും എല്ലാം ശ്രമിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് അവരെ കുറ്റപ്പെടുത്തുമ്പോഴും അവഹേളിക്കുമ്പോഴും ഒക്കെ അവർക്കൊരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് അവർ കാണുന്നത് അല്ലേ? കാരണം എന്നെ അത്ര ഇൻസൾട്ട് ചെയ്തല്ലോ, ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ട് ചെയ്തല്ലോ എന്നുള്ള രീതിയിലാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം തരത്തിലുള്ള ഇൻസൾട്ട് ചെയ്യണത് പിന്നെ അവരുടെ ഒരു ഉപബോധ മനസ്സിൽ കൊണ്ടു നടന്ന് അതൊരു ക്രൂരതയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. എപ്പോഴും കുട്ടികൾക്ക് ഈ പറയുന്ന ഡ്രഗ് യൂസ് ചെയ്യാം എന്നൊക്കെ തോന്നുന്നതും, ഈ ഡ്രഗ് യൂസ് ചെയ്തിട്ട് പിന്നെ അതൊരു കുറ്റകൃത്യത്തിലോട്ട് നീങ്ങുന്നതും ഇതൊക്കെ തന്നെയാണ്. കാരണം എവിടെ നിന്നാണ് ഹാപ്പിനെസ് കിട്ടുക, അല്ലെങ്കിൽ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അഡിക്ഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് ചിലപ്പം ചില ആൾക്കാർ കൂട്ടുകെട്ടിൽ നിന്ന് തന്നെ അങ്ങനെ വരാറുണ്ട്. കാരണം ഇത്രയും ഈ ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ എവിടെ നിന്നെങ്കിലും ഒരു സന്തോഷം കിട്ടിയാൽ മതി. അപ്പോൾ ചിലർ ഇതിനെ അഡ്വൈസ് ചെയ്യും, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഹാപ്പിനെസ് കിട്ടും, കാരണം പിന്നെ വേറെ നെഗറ്റീവ് ചിന്തകളൊന്നും വരില്ല, എന്തെങ്കിലും ഒരു ഉന്മാദാവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും പല കുട്ടികളും ഈ പറയുന്ന ഡ്രഗ് അഡിക്ട്സിലോട്ട് മാറുന്നത്. അപ്പോൾ അത്തരം തരത്തിലുള്ള കുട്ടികളോടും പാരൻസിനോടൊക്കെ നമുക്ക് പറയാനുള്ളത്, ഈ പറയുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ വീട്ടിലുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പരിഹരിച്ച് നമുക്ക് കുട്ടികളെ നമ്മുടെ കൂടെ ഇരുത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് അവരുടെ ഉള്ളറിഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ അവർ മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ഓരോ പാരൻസിൽ നിന്ന് തന്നെ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഒരു പരിധിവരെയൊക്കെ ഈ ഒരു ഡ്രഗ് അഡിക്ഷൻസിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹോൾ ബാക്ക് ടു ബാലൻസ് ടീം പറയാണ് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളത്.